അപ്പോൾ കൂട്ടുകാർ ആ ചെടിയുടെ ഉള്ളിൽ ഈ മുള്ളുള്ള സൈസ് തൊട്ടാവാടി പോലത്തെ ഒരു സൈസ് ചെടിയില്ലേ അതുണ്ടായിരുന്നേ. അപ്പോൾ അത് കുഞ്ഞിൻ്റെ കയ്യിൽ കൊള്ളുമെന്ന് പറഞ്ഞ് ഇച്ചാൻ അത് പറിച്ചു കൊടുക്കുകയാണ്. ബാക്കിയെല്ലാം കുഞ്ഞ് പറിച്ചോളാൻ പറഞ്ഞിട്ട് ബാക്കിയെല്ലാം അവളെ കൊണ്ട് പറിപ്പിക്കുകയാണ്. അപ്പോൾ അത് ഒരുപാടുണ്ട് കേട്ടോ. അത് കയ്യിൽ ഇങ്ങനെ മുള്ളത് കൊണ്ട് കയറും. ഇനി അപ്പം പൊക്കോ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് പള്ള പറിക്കുകയാണ് കൂട്ടുകാരെ. ഡയലോഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം ഇരുന്ന് പള്ള പറിച്ചുകൊണ്ടിരുന്ന ആളിപ്പം നിന്നൊക്കെയായി. ഇനിയിപ്പം അത് എനിക്കിങ്ങ് വയ്യാന്ന് പറഞ്ഞിട്ടിട്ട് പോകും. ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇതെന്താ എല്ലാ വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന്. ആക്ച്വലി ഇതൊന്നും വോയിസ് ഓവർ ഇല്ലാണ്ട് ഇടാൻ പറ്റത്തില്ല കൂട്ടുകാരെ. കാരണം ഇത് ഒന്നാമത് റോഡ് സൈഡാണ്, മൊത്തം വണ്ടികളുടെ ഒച്ചയാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ പ്ലേ ചെയ്ത് നോക്കിയപ്പം അയർക്കുട്ടി പറയുന്ന ഒന്നും കേൾക്കുന്നില്ല, ഫുള്ള് വണ്ടികളുടെ ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഇലയൊക്കെ പറിച്ചിട്ട് ഇതെന്ത് മരമാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അതിൽ ബീൻസ് പോലെ എന്തോ ഒരു ചെറിയ ചെറിയ കായ്കൾ ഉണ്ടാവാറുണ്ട്. അമ്മേ ഇത് ബീൻസ് ആണോ എന്നൊക്കെ ചോദിക്കുന്നതാണ് കൂട്ടുകാരെ ആ കാണുന്നത്. അത് ബീൻസ് അല്ല മോനെ എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇതിലെവിടെ ഫാഷൻ ഫ്രൂട്ട് ഐറ? ഏത് എവിടെ കാണിച്ചു തന്നെ? ഇത് ഏത് കളർ ഫാഷൻ ഫ്രൂട്ടാന്നറിയാവോ? അത് പഴുക്കുമ്പോ ഏത് കളറായിരിക്കും? പറിക്കരുതട്ടാ, അത് പച്ചയാ. അത് ബോളൊന്നും അല്ല കളിക്കാൻ. അപ്പൊ ഇത് കണ്ട കൂട്ടുകാരെ ഞങ്ങൾക്ക് പുതിയ ഫാഷൻ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് വയലറ്റ് വെറൈറ്റി ആണേ. ഇത് പഴുക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. ഒത്തിരി ഉണ്ടോ? അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കയറ്റി വിട്ടേക്കുവാണത്. അപ്പോൾ അതിൽ കുറച്ച് ഫാഷൻ ഫ്രൂട്ട്സ് ഒക്കെ പുതിയതായിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ സ്കൂട്ടി ഓടിക്കാൻ പറ്റിയ പ്രായം. കുട്ടിയുടെ സ്കൂട്ടിയുടെ കാര്യമാണോ പറഞ്ഞേ? അപ്പോൾ കൂട്ടുകാരെ ഇതൊരു ടൈപ്പ് മുല്ലയാട്ടോ. ഇതിൽ എപ്പോഴും പൂക്കളാണ്, നല്ലൊരു സ്മെല്ലുമാണ് ഈ ഫ്ലവേഴ്സിന്. അപ്പോൾ ഇത് എന്ത് മുല്ലയാണെന്ന് നമുക്കറിയത്തില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ആണോ? അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.